മിഡിൽ ഈസ്റ്റിന്റെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളെ ഒന്നടങ്കം ഉലച്ചുകൊണ്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷിയെ പരസ്യമായി പിന്തുണയ്ക്കുന്ന തരത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പരാമർശം അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു നയതന്ത്ര കൊടുങ്കാറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മേഖലയിലെ മറ്റ് വൻ ശക്തികൾക്ക് അത്യാധുനിക ആയുധ ശേഖരമുള്ളപ്പോൾ ഇറാനെ മാത്രം ബാലിസ്റ്റിക് മിസൈലുകൾ കൈവശം വെക്കുന്നതിൽ നിന്ന് വിലക്കുന്നത് അനീതിയാണ് എന്ന ട്രംപിന്റെ പ്രസ്താവന ആഗോള സുരക്ഷാ വിദഗ്ധരെയും സഖ്യകക്ഷികളെയും ഒരേപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു താൽക്കാലിക സമാധാന കരാറിന്റെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിൽ നയതന്ത്ര ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് അമേരിക്കയുടെ ദീർഘകാല വിദേശ നയങ്ങളെ പൂർണ്ണമായി മട്ടിമറിക്കുന്ന ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് എന്നത് ഇതിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. അമേരിക്കയുടെ പരമ്പരാഗത വിദേശ നയ രൂപകർത്താക്കളെയും ഇസ്രയേൽ അടക്കമുള്ള മിഡിൽ ഈസ്റ്റിലെ പ്രധാന സഖ്യകക്ഷികളെയും പൂർണ്ണമായും പ്രതിരോധത്തിലാക്കുന്നതാണ് ട്രംപിന്റെ ഈ പുതിയ നിലപാട്. വർഷങ്ങളായി ഇറാനെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും അവരുടെ ആണവ മിസൈൽ പദ്ധതികളെ തടയാനും അമേരിക്ക മുൻകൈ എടുത്തു നടത്തിയ എല്ലാ ശ്രമങ്ങൾക്കും മുകളിലാണ് ഈ ഒറ്റ പ്രസ്താവനയിലൂടെ ട്രംപ് കരിനിഴൽ വീഴ്ത്തിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്ക് ഒരു താൽക്കാലിക ശമനമുണ്ടായ സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ പ്രസ്താവന പുറത്തുവരുന്നത് എന്ന കാര്യവും ശ്രദ്ധേയമാണ്. മേഖലയിൽ രൂപപ്പെട്ടു വന്ന ദുർബലമായ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷത്തെ ശക്തിപ്പെടുത്താൻ അന്താരാഷ്ട്ര സമൂഹം ശ്രമിക്കുന്നതിനിടയിലാണ് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമായ ഈ പരാമർശം US പ്രസിഡന്റിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ട്രംപിന്റെ വിദേശ നയങ്ങളിലെ അസ്ഥിരതയും പ്രവചനാതീതത്വവും ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് ഈ സംഭവം. വിദേശ നയങ്ങളിൽ പെട്ടെന്ന് വലിയ യൂട്ടേണുകൾ എടുക്കുന്ന ട്രംപിന്റെ ശൈലി ആഗോളതലത്തിൽ അമേരിക്കയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന മുന്നറിയിപ്പ് പ്രതിപക്ഷവും നയതന്ത്രജ്ഞരും നൽകുന്നുണ്ട്. ഒരു വശത്ത് ഇറാന്റെ മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുകയും മറുവശത്ത് അവരുടെ മിസൈൽ പദ്ധതികൾക്ക് ന്യായീകരണം നൽകുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് അന്താരാഷ്ട്ര സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതേസമയം ട്രംപിനെ അനുകൂലിക്കുന്നവരും അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളെ പിന്തുണയ്ക്കുന്നവരും തികച്ചും വ്യത്യസ്തമായ ഒരു വീക്ഷണമാണ് ഇതിൽ മുന്നോട്ട് വെക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രായോഗിക സമീപനമാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. മേഖലയിലെ ശക്തി സന്തുലനം നിലനിർത്താൻ ഇത്തരമൊരു സമീപനം ആവശ്യമാണെന്നാണ് ട്രംപിന്റെ അനുയായികളുടെ മറ്റൊരു വാദം. ഒരു രാജ്യത്തെ മാത്രം പൂർണ്ണമായും ദുർബലപ്പെടുത്തുന്നത് ആ പ്രദേശത്ത് കൂടുതൽ അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്നും അതിനാൽ വിവേകപൂർണമായ ഒരു സന്തുലിതാവസ്ഥയാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെന്നും അവർ സമർത്ഥിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ ഒരു ശാശ്വത സമാധാനം വേണമെങ്കിൽ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ അമേരിക്ക തയ്യാറാകണമെന്ന നയത്തിന്റെ ഭാഗമായാണ് ഇതിനെ അവർ ചിത്രീകരിക്കുന്നത്. എന്നിരുന്നാലും ട്രംപിന്റെ ഈ നീക്കം ഇസ്രയേൽ ഭരണകൂടത്തെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി കാണുന്ന ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ അമേരിക്കൻ പ്രസിഡന്റ് ന്യായീകരിക്കുന്നത് ഇസ്രയേലിന് എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നല്ല. സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളും അതീവ ജാഗ്രതയോടെയാണ് ഈ നീക്കത്തെ വീക്ഷിക്കുന്നത്. ഇറാന്റെ മിസൈൽ ശേഷി ഗൾഫ് മേഖലയിലെ ഭദ്രതയ്ക്ക് എപ്പോഴും ഒരു ഭീഷണിയായിട്ടാണ് ഇവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ നയത്തിലുണ്ടായ ഈ പെട്ടെന്നുള്ള മാറ്റം ഈ രാജ്യങ്ങളെ തങ്ങളുടെ സുരക്ഷാ തന്ത്രങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരാക്കിയേക്കാം. ഇറാന്റെ ഭാഗത്തു നിന്ന് ഈ പ്രസ്താവനയോട് ഔദ്യോഗികമായി വളരെ സൂക്ഷ്മമായ പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. തങ്ങളുടെ പരമാധികാരത്തെയും പ്രതിരോധിക്കാനുള്ള അവകാശത്തെയും അംഗീകരിക്കുന്നതാണ് ഈ പ്രസ്താവനയെന്ന് ഇറാനിലെ കടുത്ത നിലപാടുകാർ കരുതുന്നു. യൂറോപ്യൻ യൂണിയൻ അടക്കമുള്ള നാറ്റോ സഖ്യകക്ഷികളും ട്രംപിന്റെ ഈ പ്രസ്താവനയിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ വ്യാപനം തടയുന്നതിനായി ദീർഘകാലമായി തുടരുന്ന അന്താരാഷ്ട്ര ശ്രമങ്ങളെ ട്രംപിന്റെ ഈ ഒറ്റ നിലപാട് ദുർബലപ്പെടുത്തുമെന്ന് അവർ ഭയപ്പെടുന്നു. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ വിഷയം വലിയ പുകിലുകൾക്ക് കാരണമായിട്ടുണ്ട്. ട്രംപിന്റെ നയങ്ങൾ അമേരിക്കയുടെ ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കുന്നുവെന്ന് ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നു. ശത്രു രാജ്യങ്ങൾക്ക് മുന്നിൽ അമേരിക്കയുടെ നിലപാടുകളെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം പ്രസ്താവനകൾ ഒരു പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് അവർ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നു. തന്റെ പ്രവചനാതീതമായ വിദേശ നയത്തിലൂടെ വലിയ ഡീലുകൾ ഉറപ്പാക്കുക എന്ന ട്രംപിന്റെ തനത് ശൈലിയുടെ ഭാഗമാണിതെന്നും ചിലർ നിരീക്ഷിക്കുന്നുണ്ട്. ഇറാനുമായി ഒരു പുതിയ വലിയ കരാറിൽ എത്തുന്നതിന് മുന്നോടിയായി അവർക്ക് നൽകുന്ന ഒരു തന്ത്രപരമായ ഓഫറാണോ ഇതെന്ന് സംശയിക്കുന്നവരുണ്ട്. ഈ പ്രസ്താവന അന്താരാഷ്ട്ര ആയുധ വിപണിയിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇറാന് ബാലിസ്റ്റിക് മിസൈലുകൾ ആകാമെന്ന നിലപാട് വരുന്നതോടെ മേഖലയിലെ മറ്റു രാജ്യങ്ങൾ കൂടുതൽ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങിക്കൂട്ടാൻ മത്സരിക്കും. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാവി ഇനി ഏത് ദിശയിലേക്കാണ് നീങ്ങുക എന്നത് പ്രവചനാതീതമായി തുടരുകയാണ്.
ട്രംപിന്റെ ഈ പ്രസ്താവന താൽക്കാലികമായ ഒരു രാഷ്ട്രീയ കൗശലം മാത്രമാണോ അതോ അമേരിക്കയുടെ ഔദ്യോഗിക നയത്തിൽ വന്ന കൃത്യമായ മാറ്റമാണോ എന്ന് വരും ദിവസങ്ങളിലെ US വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നീക്കങ്ങളിൽ നിന്ന് മാത്രമേ വ്യക്തമാകൂ. ഡൊണാൾഡ് ട്രംപ് കൊളുത്തുവിട്ട ഈ പുതിയ വിവാദം മിഡിൽ ഈസ്റ്റിന്റെ ഭൗമരാഷ്ട്രീയ ഭൂപടത്തെ വീണ്ടും അശാന്തമാക്കിയിരിക്കുകയാണ്. നയതന്ത്രത്തിന്റെ പരമ്പരാഗത വഴികളെ അട്ടിമറിച്ചുകൊണ്ട് ട്രംപ് നടത്തിയ ഈ മിസൈൽ പരാമർശം ലോകരാഷ്ട്രങ്ങളെ പുതിയ തന്ത്രങ്ങൾ മെനയാൻ പ്രേരിപ്പിക്കുന്നു. ഈ ഒരു വലിയ നയതന്ത്ര മലക്കം മറിച്ചിൽ മിഡിൽ ഈസ്റ്റിൽ സമാധാനമാണോ അതോ കൂടുതൽ സങ്കീർണമായ യുദ്ധ സാഹചര്യമാണോ ഉണ്ടാക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.